സഹോദരങ്ങളെ, മഴ തിമിർത്ത് പെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജലത്തെ സംബന്ധിച്ച് ധാരാളമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, അതിനെ സംബന്ധിച്ച് നിങ്ങൾ വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘം മുഖേന ആ വെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് ഞാനാണോ അതല്ല നിങ്ങളാണോ? മനുഷ്യനെ അല്ലാഹു തആല ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ജലം എന്ന് പറയുന്നത്. മനുഷ്യനുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു വസ്തുവാണ് വെള്ളം. മനുഷ്യ ശരീരത്തിൻ്റെ ഏകദേശം 70% ജലമാണ് എന്ന് നമുക്കറിയാം. ആ ജലാംശം ആവശ്യമായ ആനുപാതികത്തിൽ നിലനിർത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ബുദ്ധി നേരെ പ്രവർത്തിക്കുക, നമ്മുടെ ജീവൻ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ളം. അതേപോലെ തന്നെയാണ് മറ്റ് ശുദ്ധജലങ്ങളും. മനുഷ്യന് കൃഷിക്ക് ശുദ്ധജലം ആവശ്യമാണ്. അവൻ്റെ വീടുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശുദ്ധജലം ആവശ്യമാണ്. ഇതിനെല്ലാമുള്ള വെള്ളം നമുക്ക് ഇറക്കിത്തരുന്നത് ആരാണ് എന്ന ചിന്ത വെള്ളവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് കുടയെടുത്തിട്ടില്ലെങ്കിൽ മോശം മഴ, കുടയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മഴ, ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾക്ക് അപ്പുറത്തേക്ക് എവിടെ നിന്നാണ് നമുക്ക് ഈ വെള്ളം കിട്ടുന്നത്? ആരാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്? അതിൻ്റെ പിന്നിലെ ചിന്തയും ആസൂത്രണവും എത്രമാത്രമുണ്ട്? ഇത്യാദി ചോദ്യങ്ങളുമായി നാം നമ്മുടെ മനസ്സിനോട് തന്നെ സംവദിക്കുമ്പോഴാണ് പ്രപഞ്ചാധിപനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വെള്ളത്തിലൂടെ നമുക്ക് എത്രമാത്രം ലഭിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനാവുക. ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്ര ആസൂത്രിതമാണ് മഴ പെയ്യുന്ന രീതി. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല മഴ കിട്ടുന്നത്. കോഴിക്കോട്ടെ തിരുവമ്പാടിയിൽ പെയ്യുന്നത് പോലെയല്ല കോഴിക്കോട് ടൗണിൽ മഴ പെയ്യുന്നത്.